ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. പാക്കിംഗ് ഞാൻ കൊണ്ടുവന്നവര് നോക്കിക്കോളും. അവരെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും പാക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് സാറിന്റെ സമ്മതം ചോദിച്ചിട്ടല്ലോ പ്രിയൻ അത് ചെയ്യുന്നത്. അവനെല്ലാവരെയും പുച്ഛമല്ലേ, സാറിനെ വരെ അവന് പുച്ഛമാ. അവന്റെ അത്ര എഫിഷ്യന്റ് ആയ വേറെ ആരും ഈ കമ്പനിയിൽ ഇല്ലെന്നാ അവന്റെ വിശ്വാസം. പാക്കിംഗ് കഴിഞ്ഞോ? ഞാൻ കാണുമ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുക. ഇനി ബോക്സ് സീൽ ചെയ്താൽ മാത്രം മതി. പിന്നെ ഞാനാണ് ഈ കാര്യം സാറിനെ അറിയിച്ചതെന്ന് അവൻ അറിയണ്ട. മോനെ പ്രിയ, നീ അങ്ങനെ ജയിക്കാൻ പാടില്ല. നീ ജയിച്ച എന്റെ വില പോകും. ജയിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ബാക്കി കാര്യം അരവിന്ദ് സാർ നോക്കിക്കോളും. സർ, എന്നാ ഞാൻ അങ്ങോട്ട്. ഓക്കെ സർ. ഇത് അവസാനത്തെ പിടിവള്ളിയാ. കാര്യങ്ങളൊക്കെ ഒരുവിധം കരക്കടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പ്രിയൻ. അവനെ കൊന്നിട്ടാണെങ്കിലും ഞാനത് തടയും. ഈ കൺസൈൻമെന്റിൽ തന്നെ എനിക്ക് ചരക്ക് കയറ്റി അയച്ചേ പറ്റൂ. എന്തേത് പാക്കിങ്ങിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ ഞാൻ അവരെ കൊണ്ടുവന്ന്. അവരിവിടെ ഗോഡൌണിൽ വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഇവിടെ വെച്ച് പാക്ക് ചെയ്യുന്നു. അല്ല, ഇവിടുന്ന് എല്ലായിടത്തും ഗോഡൌണിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ പാക്ക് ചെയ്ത അത്രയും സമയം ലാഭിക്കാമല്ലോ. സാറിനോട് പെർമിഷൻ ചോദിക്കാതെ പ്രിയൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും സർ. ആ കാരണം എനിക്കറിയാം. ഈ ഗാർമെന്റ്സിലെ സകല കാര്യങ്ങളും ഇവന്റെ തലയിൽ കൂടി കടന്നു പോകുന്നെന്നാ ഇവന്റെ വിചാരം. ഞാൻ അവരെ കൊണ്ടുവന്നതേ ഇവര് പിടിച്ചിട്ടില്ല. ഞാൻ ഇവന്റെ അധികാരത്തിൽ കൈയെടുത്തിയല്ലോ, അത് തന്നെ കാരണം. ജോലി ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ അവരിവിടെ കൊണ്ടുവന്നത്. ജോലി ചെയ്യിപ്പിക്കാതെ എനിക്ക് അവരിവിടുന്ന് പറഞ്ഞയക്കാൻ കഴിയില്ല. അതെന്റെ വാക്കിന് വിലയില്ലാത്ത പോലെയായിപ്പോ. ഈ ജോലി മുഴുവൻ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ സാറിനോട് ഞാൻ പറഞ്ഞതാ. പക്ഷേ ഞാൻ പറഞ്ഞത് സാർ മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് കേട്ട് സാർ അപ്പൊ തന്നെ അവരെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ. ഓ, ഇപ്പൊ കുറ്റം എന്റെ തലയിലായോ? ഞാൻ പറഞ്ഞ പക്കയാണെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ വിളിച്ചപ്പോ തന്നെ അവര് എല്ലാ ജോലികളും മാറ്റിവെച്ച് ഇങ്ങോട്ട് ഓടി വന്ന്. എനിക്ക് എന്റെ വാക്ക് പാലിച്ചേ പറ്റൂ. ഈ ബോക്സുകളെല്ലാം ഗോഡൌണിലെത്തിക്കേ. എന്തിനാണ് സർ? പാക്കിംഗ് എല്ലാം പൂർത്തിയാക്കിയത്. ഇനി നമ്പർ ഇട്ടാൽ മാത്രം മതി. പൊളിച്ച് റീപാക്ക് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. നമ്മുടെ കയ്യിൽ അത്രയും സമയമില്ലെന്ന് സാറിന് അറിയാലോ. എന്റെ ആൾക്കാരെ കൊണ്ട് തൊടിക്കേണ്ടല്ലേ നീ ഇതൊക്കെ പാക്ക് ചെയ്ത്? നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് മുഴുവനും എനിക്ക് തുറന്ന് പരിശോധിക്കണം. എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുകയും വേണം. എന്നാ മാത്രമേ ഇതൊക്കെ കമ്പനിക്ക് പുറത്തേക്ക് പോകൂ. പറഞ്ഞത് കേട്ടില്ലേ? ഇതെല്ലാം ഗോഡൌണിലേക്ക് കൊടുത്തു വിടാൻ പെട്ടെന്ന് വേണം. സർ, ഒരു മിനിറ്റ് സർ. ഇത് മുഴുവൻ എടുത്ത് ഗോഡൌണിൽ കൊണ്ടുപോയി ഓപ്പൺ ചെയ്ത് പരിശോധിച്ച് വീണ്ടും പാക്ക് ചെയ്താൽ എത്ര സമയം വേസ്റ്റ് ആവും? സാർ എന്താ അത് ആലോചിക്കാത്തത്? ടൈം മാത്രമല്ല ഇമ്പോർട്ടന്റ്, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അതും ഇമ്പോർട്ടന്റാ. ഓരോ ബോക്സും എനിക്ക് തുറന്ന് പരിശോധിക്കണം. ഇതിനകത്ത് സാറിന് എന്താ പരിശോധിക്കാനുള്ളത്? സാറിന്റെ സംശയം എന്താ? ഇവിടുന്ന് കയറ്റി അയക്കുന്ന തുണിത്തരങ്ങൾക്കിടയില് മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ച് കടത്തിയിട്ടുണ്ട്. പക്ഷെ അത് ചെയ്തത് ഞങ്ങളാരുമല്ല, ഇവിടുത്തെ വണ്ടി ഓടിക്കുന്ന ആളാ. ഇവിടെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് PKR സാറിനും കൈലാഷ് സാറിനും മനസ്സിലാക്കി കൊടുത്തത് ഞാനാ. ആ എന്നെ കൂടിയാ സാറ് സംശയിക്കുന്നത്. ഇതിനകത്ത് മയക്കുമരുന്ന് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്ത് ചെക്ക് ചെയ്യണമെന്നാ സാറ് പറഞ്ഞത്? പ്രൊഡക്ഷന്റെ ക്വാളിറ്റി 200 യൂണിറ്റ് തികയ്ക്കാൻ വേണ്ടി നിങ്ങൾ തോന്നിയ പോലെ തയ്ച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ? ഓരോ പീസിന്റെയും ക്വാളിറ്റി എനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ. പ്രിയൻ ചേട്ടാ, അരവിന്ദ് സാർ പറഞ്ഞതിന്റെ അർത്ഥം
പ്രിയചേട്ടന് മനസ്സിലായോ? നമ്മളാരും ശരിക്ക് ജോലി ചെയ്യുന്നില്ല, വെറും കാട്ടിക്കൂട്ടലാണെന്ന്. രേവതിയുടെ കല്യാണത്തിന് പോലും പോകാതെ ഞായറാഴ്ച ഇട്ട് പോലും ജോലി ചെയ്തതിന് നല്ല കോലി തന്നെയാ അരവിന്ദ് സാർ തന്നത്. പ്രിയ, ഇതിനു വേണ്ടിയാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്? അരവിന്ദ് സാറേ, ഞങ്ങളുടെ ആത്മാർത്ഥതയാ അരവിന്ദ് സാർ സംശയിക്കുന്നത്. പ്രിയന്റെ എഫേർട്ടിന് അരവിന്ദ് സാർ വില കുറച്ച് കണ്ടത്. മോഹൻ, മതി. അരവിന്ദ് സാറിന് സംശയമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. പറ്റില്ലെന്ന് നമ്മൾ എന്തിനാ പറയുന്നത്? പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞ അരവിന്ദ് സാറ് സംശയിക്കുന്നതില് കാര്യമുണ്ടെന്നല്ലേ അർത്ഥം? അരവിന്ദ് സാറേ, ചെക്ക് ചെയ്തോ. പക്ഷേ ഇവിടെ വെച്ച് ചെക്ക് ചെയ്യണം. സാറിന് ഇഷ്ടമുള്ള ബോക്സ് എടുത്ത് പരിശോധിക്കാം. ക്വാളിറ്റിയിൽ എന്തെങ്കിലും പോരായ്മ കണ്ടാൽ മൊത്തം പീസും സാറിന് റിജക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ വെച്ച് ചെക്ക് ചെയ്യണം. എല്ലാ ബോക്സും ഗോഡൌണിൽ അയച്ച് അത് മുഴുവൻ തുറന്ന് പരിശോധിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കെന്തിനാ നിന്റെ സമ്മതം? ഒറ്റ ബോക്സേ തുറക്കാൻ പാടുള്ളൂ എന്ന് എന്നോട് കൽപ്പിക്കാൻ നീ ആരാ? ആരോടാ നീ സംസാരിക്കുന്നതെന്നറിയോ? ഞാൻ ഈ കമ്പനിയുടെ ആരാണെന്ന് നിനക്കറിയോ? എടാ, ഈ അരവിന്ദ് വിചാരിച്ചാൽ സർ, എടാ പോടാന്നുള്ള വിളിയൊന്നും വേണ്ട. വിളിച്ച നീ എന്തിയോടാ? സർ, നിങ്ങളോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ സാർ അതിര് കടന്നാൽ സാർ ഈ കമ്പനിയിൽ ആരാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. നീ എന്നെ തല്ലുന്നാണോടാ പറയുന്നത്? തല്ലാൻ പ്രിയന് മടിയൊന്നുമില്ല. തല്ല ആദ്യം കിട്ടേണ്ടത് അവന്മാർക്ക് തന്നെയായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ സാറ് കൊണ്ടുവന്നവന്മാർക്കിട്ട് പ്രിയൻ തല്ലാതിരുന്നത് സാറിനോടുള്ള റെസ്പെക്റ്റും ഉണ്ട്. അവരെന്ത് തെറ്റെയ്തെന്നാ? ഒരുപാട് ലേഡീസ് ജോലി ചെയ്യുന്ന ഈ ഗാർമെന്റ്സിലെ കള്ളും കുടിച്ച് കോപ്രായം കാണിക്കുന്നത് തെറ്റല്ലെന്നാണോ സാർ പറഞ്ഞു വരുന്നത്? കള്ളു കുടിച്ച് ലെഗ് കിട്ടവന്മാരെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ സർ? അതുകൊണ്ടാ ഇവിടെ വെച്ച് പാക്ക് ചെയ്യാന്ന് പ്രിയൻ പറഞ്ഞത്. എന്നിട്ട് സാറ് പ്രിയന്റെ മെക്കെട്ട് കയറാൻ വന്ന കള്ളുകുടിച്ച് ബോധമില്ലാത്തവരെ സാറിന് വലിയ വിശ്വാസം. പക്ഷേ ഇത്രയും കാലം ആത്മാർത്ഥമായി ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്ത പ്രിയൻ ചേട്ടനെ സാറിന് വിശ്വാസം ഇല്ല. നിങ്ങളുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടി അവരുടെ തലയിൽ കുറ്റം ചേർത്തണ്ട. അവരങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞ സത്യ സർ. അവര് കള്ളു കുടിക്കുന്നത് ഞാൻ കണ്ടതാ. സംശയം ഉണ്ടെങ്കിൽ സാർ അവരിങ്ങോട്ട് വിളിക്കും. കള്ളിന്റെ മണം ഉണ്ടാവും. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അവര് കള്ളുകൂടിയന്മാരാണെങ്കിൽ അവരെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിക്കണ്ട. പക്ഷേ ഇത് മുഴുവൻ എനിക്ക് തുറന്ന് പരിശോധിക്കണം. ഈ ബോക്സ് മുഴുവൻ നിങ്ങൾ ഗോഡൌണിൽ എത്തിക്കേ. ഞാൻ സമ്മതിക്കില്ല എന്ന് സാറിനോട് പറഞ്ഞു. ഞാൻ പറയുന്ന അനുസരിക്കുന്ന നിനക്ക് നല്ലത്. നിനക്കെന്നെ ശരിക്കും അറിയില്ല. സാർ കൈയെടുക്ക. കൈ എടുത്തില്ലെങ്കിൽ നീ എന്തിയോടെ? അരവിന്ദ്, കൈയെടുക്ക. മൂവാറ്റുപുഴ പോയിട്ട് ഇവൻ ഇത്ര വേഗം തിരിച്ചെത്തിയ? ഞാനെല്ലാം കണ്ടു. അരവിന്ദിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബോക്സ് തുറന്ന് പരിശോധിക്കാനുള്ള എല്ലാ അധികാരവും അരവിന്ദിനുണ്ട്. ഞാനിത് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവണ്ടേ? ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അരവിന്ദ്, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇവരെന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ ഇത് മുഴുവൻ തുറന്ന് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല.